ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ബിസിനസ്സിനെ രഹസ്യമായി വയ്ക്കാൻ പാടില്ല, അത് പരസ്യമായിരിക്കണം ബിസിനസ്. അതാണ് ബിസിനസ്സിൻ്റെ വേറൊരു വിജയതന്ത്രം. അതും പെയ്ഡ് ആഡ്സിൽ വേണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ. എല്ലാ മീഡിയയിലും 360 ഡിഗ്രി ആംഗിളുള്ള എല്ലാ മീഡിയയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു ചെറിയ ഏരിയ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾക്ക് ഓൾ കേരളയോ ഓൾ ഇന്ത്യയോ പരസ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു ഡിസ്ട്രിക്റ്റോ 2 ഡിസ്ട്രിക്റ്റോ അല്ല 3 ഡിസ്ട്രിക്റ്റിനകത്ത് നമ്മുടെ ബ്രാൻഡ് ആദ്യം ഫേമസ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അത് സ്കെയിലപ്പ് ചെയ്യാൻ ഇവിടുത്തെ പല തെറ്റുകളും നിങ്ങൾക്ക് ആദ്യം ആരംഭിക്കുമ്പോൾ പറ്റുന്നതാണ്. ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് പിന്നീട് വേണം സ്കെയിലപ്പിന് പോവാൻ. അത് ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റിനെ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലും നമ്മുടെ പരിധിക്കും ഒതുങ്ങി നിൽക്കുന്ന മാർക്കറ്റിന് വേണം നമ്മൾ ശ്രമിക്കാൻ. അത് ശ്രമിക്കുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ നമ്മൾ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരസ്യം, ഈവൻ അമ്പലത്തിൽ പിരിക്കാൻ പോകുന്ന ആളുകൾ അടിക്കുന്ന ബ്രോഷറിൽ പോലും നിങ്ങൾക്ക് പരസ്യം കൊടുക്കാം. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു പരസ്യം ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാവും, വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണമെങ്കിലും പരസ്യം കൊടുക്കാം. എങ്ങനെയായാലും ജനങ്ങളിൽ എത്തിപ്പെടണം നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം. അതാണ് ഈ പരസ്യത്തിൻ്റെ ഉദ്ദേശം. അത് പത്രങ്ങളിലെ പരസ്യവും ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴി കൂടുതൽ പരസ്യങ്ങൾ കൊടുക്കാൻ കഴിയും. അവർക്ക് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് ഒരു സപ്പോർട്ടായിരിക്കും. കൂടാതെ ഒരു നിശ്ചിത എമൗണ്ടിന് നമ്മുടെ പരസ്യം വലിയ വലിയ ചാനലുകളുണ്ട്, അവരെയും കൂടെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയും. സപ്പോസ് നമ്മൾ ഓൾ കേരള ഓൾ ഇന്ത്യ ബേസിൽ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് നമുക്കുള്ള യൂട്യൂബുകാർ ഒരു 500-600 വീഡിയോസിൻ്റെ നമുക്ക് വ്യൂസ് കിട്ടിയാലും കുഴപ്പമില്ല. 500 വ്യൂസ് കിട്ടിയാലും നമ്മളെ വീഡിയോ 500 ആൾ കണ്ടു എന്ന് സമ്മാനിക്കാം. ചെറിയ പത്രത്തിനകത്ത് വെച്ച് പേപ്പറിൽ വെച്ച് നമ്മൾ നോട്ടീസ് തന്നെ കൊടുക്കുക, സിനിമ തിയേറ്ററിൽ സ്ലൈഡ് കൊടുക്കുക. സോ ഇതെല്ലാമാണ് നമ്മൾ പരസ്യം ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്രാൻഡ് മാർക്കറ്റിംഗ് ആളുകൾക്ക് ഒന്നി കടയിൽ ചെന്ന് പ്രോഡക്റ്റ് കൊണ്ടുപോയി കടക്കാരനോട് പറഞ്ഞ് അത് ഏൽപ്പിക്കാൻ കഴിയൂ. നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ക്വാളിറ്റിയും സർവീസുമാണ് കസ്റ്റമർ പ്രൊഡക്റ്റ് തിരിച്ചു വന്ന് വാങ്ങിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും വന്ന് കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റിനെ എടുത്ത് കൺസ്യൂമറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയില്ല. കടക്കാരനും അതിനുള്ള സമയമില്ല. ഇതിനാണ് നമ്മൾ ചോദിച്ച് വാങ്ങിപ്പിക്കണമെങ്കിൽ അത് പുൾ മാർക്കറ്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. പുഷ് മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. പുൾ മാർക്കറ്റ് ആകുന്നത് പരസ്യത്തിലുള്ളവർ മാത്രമേ ആകൂ. അത്തരം പരസ്യങ്ങൾ എല്ലാ രീതിയിലും പരസ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പരസ്യം ഇല്ലാതെ പ്രൊഡക്റ്റിനെ രഹസ്യമായി വെച്ചുകൊണ്ട് ചുമ്മാ കടകളിൽ പ്രൊഡക്റ്റ് കൊണ്ട് വെച്ചിട്ട് അത് വിറ്റില്ല പറയുന്നത് തിരിച്ചെടുത്തു വന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അതിൻ്റെ സെയിൽസ് ഹെഡിനെയും വീട്ടിലേക്ക് അയച്ച് കമ്പനിയെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കൊണ്ടുപോകാതെ തീർച്ചയായിട്ടും പരസ്യം വേണം. എൻ്റെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം ഞാനിത് രഹസ്യമായി വെക്കാൻ പറ്റില്ല, ഞാനിത് പരസ്യമായി തന്നെ വെക്കണം എന്നുള്ള ചിന്താഗതി വന്ന്, അതാണ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഏത് രീതിയിലെങ്കിലും ഒരു പരസ്യം നമ്മുടെ പ്രോഡക്റ്റിന് ആവശ്യമാണ് എന്ന് ഞാൻ പറയില്ല. എല്ലാ രീതിയിലുള്ള പരസ്യം ഒരു പ്രോഡക്റ്റിന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ മാർക്കറ്റിൽ നിങ്ങൾക്ക് വിജയഗാഥ സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് പറയുമ്പോൾ എനിക്ക് ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എങ്ങനെയാണ് ആ ഗാമാസ് അഡ്വർടൈസിങ് കമ്പനിയുടെ ഒരു ബ്രാഞ്ച് മാനേജറായി ചെന്നൈയിൽ പോയിട്ട് അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ ഞാനൊരു ബ്രാഞ്ച് ഹെഡായിട്ട് എങ്ങനെ പ്രവർത്തിച്ചു. ആരാണ് ഈ ഗാമാസ്? മല്ലിക എന്ന അംബിക രാധയുടെ ഒരു സിസ്റ്റർ തിരുവനന്തപുരത്തുണ്ട്. പുള്ളിയുടെ ഭർത്താവ് ആരംഭിച്ചതാണ് ഗാമാസ്. വളരെ നല്ല രീതിയിൽ INS അക്രഡിറ്റേഷൻ ഉള്ള ഒരു ഗാമാസ് വളരെ പ്രശസ്തമായ ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. എല്ലാം വലിയ വലിയ കമ്പനികൾക്കും അവർ ഗാമാസ് അന്ന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ. ഞാൻ പറയുന്ന ഒരു 10-25 വർഷത്തെ കാലത്തെ എൻ്റെ ചെറുപ്പത്തിലെ ആ ജോലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമാണ് മാർക്കറ്റിംഗ് ഓരോ സ്ഥലത്തും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഫീൽഡിൽ വന്ന് ഞാൻ പോകുമ്പോൾ അവിടെ ARS സ്റ്റുഡിയോയിലായിരുന്നു എൻ്റെ ഓഫീസ്. അവിടെ വന്ന് ഞാനും അന്ന് വലിയ വലിയ ക്ലയൻസാണ് നമ്മുടെ ഗോപാലൻ സാറ്, GV ഫിലിംസ്, ഇങ്ങനെ പല കമ്പനികളുണ്ടായിരുന്നു. അവർ ഇന്ത്യൻ ബാങ്ക്, ഇതെല്ലാം പല കമ്പനികളുണ്ടായിരുന്നു. അന്ന് എന്നോട് കൂടെ വന്ന് എന്നെ സഹായിച്ചത് അംബികയും രാധയുടെ അമ്മ സരസമ്മയാണ് എന്നോട് കൂടെ വന്ന് എനിക്ക് അക്കാര്യങ്ങൾ സഹായിച്ചത്. കൂടാതെ
ഒരു പെട്ടെന്നൊരു ദിവസം നമുക്കൊരു ഇന്ത്യൻ ബാങ്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുകയെന്ന് രാവിലെ 12 മണിക്ക്. സാധാരണ ഒരു കമ്പനികളിൽ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നത് നമുക്ക് പറയുന്നതല്ല. പെട്ടെന്നൊരു ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. ഞാൻ വന്ന് എനിക്ക് കിട്ടുന്നത് കാലത്ത് 12 മണിക്കാണ്. പക്ഷേ എനിക്കൊരു ഗ്രാഫിക് ഡിസൈനർ ഇല്ല, അല്ലെങ്കിൽ അവിടെ അതിനുള്ള ആളുകളെല്ലാം ഇല്ല. എല്ലാമേ ഞാൻ ഔട്ട്സോഴ്സ് ചെയ്ത് വേണം ചെയ്യാൻ. ഇതെല്ലാം ഞാൻ വിജയമായിട്ട് പറയുകയാണെങ്കിൽ 2 മണിക്ക് എക്സ്പ്രസ്സിൽ പോയിട്ട് ഞാൻ എൻ്റെ പരസ്യം ഏൽപ്പിച്ച് പിറ്റേന്ന് ഇനോഗ്രേഷൻ വരികയാണ്. എല്ലാ പത്രത്തിലും ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പരസ്യം വന്നു. അതൊരു എനിക്ക് വളരെ ചാലഞ്ചിങ് ജോബായിരുന്നു. ഇതുമാതിരി ഞാൻ അതിൽ പല ചാലഞ്ചിങ് ഉണ്ടെങ്കിലും ഞാൻ എല്ലാം എടുത്ത് പറഞ്ഞ് എൻ്റെ വീഡിയോവിനെ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഓരോ ജോബിൻ്റെയും കഥ പറയാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കഥ കൂടെയാണ് ഈ പരസ്യം രഹസ്യമാക്കരുത്, പരസ്യമായി തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞ്, പരസ്യമാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിരവധി ചാനലുകൾ ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവനിങ് കേരള എന്ന പ്രശസ്തമായ ഡിജിറ്റൽ ന്യൂസ്, 25 വർഷത്തിലെ പ്രശസ്തമായൊരു ന്യൂസ്, ആഗോള അടിസ്ഥാനത്തിൽ 120 കൺട്രിയിൽ ഇന്ന് മലയാളികൾ വാർത്തയായിട്ട് കാണുന്നത്. നിങ്ങളുടെ മൊബൈലിൽ വന്ന് ന്യൂസ് അലേർട്ട് വരുന്നു. വ്യത്യസ്തമായ പത്രങ്ങളിൽ കാണാതെ ന്യൂസ് എന്നും ഈവനിങ് കേരള എന്ന ഡിജിറ്റൽ ന്യൂസ്, കോഴിക്കോട് നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ ന്യൂസ് ഇന്ന് വന്നിട്ട് പത്രങ്ങളിൽ പോലും കാണാതെ പെട്ടെന്ന് കിട്ടുന്നു അലേർട്ട് ന്യൂസുകൾ. അത്തരമുള്ള ഡിജിറ്റൽ ന്യൂസ് എല്ലാം വന്നിട്ട് നമുക്ക് പരസ്യത്തിന് യൂസ്ഫുള്ളായിരിക്കും. വളരെ കൂടുതൽ പൈസകൾ കൊടുക്കാതെ ഡിജിറ്റൽ വഴി എളുപ്പം നമ്മളെത്താൻ പറ്റും. അതുമാതിരി ഒരു മാർഗ്ഗത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ചാനൽ എന്ന എറണാകുളത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ. അതും വളരെ നല്ലൊരു യൂട്യൂബ് ചാനലാണ്. അത് വളരെ കൂടുതൽ ആളുകൾ ഇന്ന് ആ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ദൈർഘ്യമായിട്ട് ആരംഭിച്ചിട്ടില്ലെങ്കിലും ഒരു അധിക വർഷങ്ങളായിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ 1.8 lakh സബ്സ്ക്രൈബറെ ആ യൂട്യൂബ് ചാനൽ നേടിയിരിക്കുന്നു. അതായത് ഓരോ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് അറിയാൻ നിങ്ങൾക്ക് കഴിയും. ഒരു മഹേന്ദ്രയുടെ ഓണർ പലരും പല കഥകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും, എല്ലാവരും അയാളുടെ ജീവചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും, മഹേന്ദ്രയുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ രീതിയും അയാളെ മറ്റുള്ളവർ കാണുന്ന കണ്ണിൽ നിന്നും ഒരു വ്യത്യസ്തമായ കണ്ണിൽ അയാളെ കാണാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചാനലിയം പ്രസിദ്ധീകരിച്ചത്. അതിന് 4 ലക്ഷം വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ചാനലിൽ നിങ്ങളൊരു പരസ്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ഷഫീഖിൻ്റെ വീഡിയോ 1 ലക്ഷം ആളുകളാണെങ്കിലും കുറഞ്ഞ ചിലക്കിൽ അതും ഷഫീഖിൻ്റെ വീഡിയോവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. മോട്ടിവേഷൻ സ്പീക്കർ ഷമീമിൻ്റെ വീഡിയോ എല്ലാം വളരെ വളരെ വിജയിച്ച വീഡിയോകളാണ്. മോട്ടിവേഷൻ സ്പീക്കർ ഷമീം റാഫിഖ് എന്ന പുള്ളിയുടെ വീഡിയോവും അതുമാതിരി നിരവധി നമുക്ക് കാണാൻ കഴിയും. അത്തരം വീഡിയോകളിലും പരസ്യം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം. അതുമാതിരി സഞ്ചാരം, ഇതെല്ലാം തന്നെ നല്ല നല്ല വീഡിയോസാണ്. ഇതിലെല്ലാം ഒരു പരസ്യം കൊടുക്കുന്നുണ്ട്. ഇത് 2 പേർക്കും ഗുണമാണ്, നമുക്കും ഗുണമാണ്, ആ യൂട്യൂബ് എടുക്കുന്നവർക്കും ഗുണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് കൊടുത്ത് വളരെ നല്ല ബിസിനസ്, അതിനുവേണ്ടി പരസ്യക്കാരെ സപ്പോർട്ട് ചെയ്യുക. ബിസിനസ്സിനെ വിജയഗാഥ സൃഷ്ടിക്കാൻ ബിസിനസ് രഹസ്യമായി വയ്ക്കാതെ പരസ്യമാക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കുന്നു.